ഹലോ നമസ്കാരം, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ റിസൾട്ട് അറിഞ്ഞ SSLC വിദ്യാർത്ഥികളും ഇനി റിസൾട്ട് അറിയാൻ പോകുന്ന CBSE വിദ്യാർത്ഥികളും എല്ലാവരും +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാത്തിരിപ്പിലായിരിക്കും. ഈ +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിവരമാണ് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. അക്കാര്യം പറയുന്നതിന് മുന്നേ ഒറ്റ കാര്യം പറയട്ടെ, തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വളരെ യൂസ്ഫുള്ളായ വീഡിയോകൾ ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി കാര്യത്തിലേക്ക് കടക്കാം. ഈ +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ രീതികളും, എല്ലാ നിയമങ്ങളും എല്ലാം ഉള്ളത് +1ൻ്റെ അഡ്മിഷൻ പ്രോസ്പെക്ടസിലാണ്. ഈ പ്രോസ്പെക്ടസിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളനുസരിച്ചാണ് +1ൻ്റെ അഡ്മിഷൻ നടക്കുക. പ്രോസ്പെക്ടസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളിങ്ങനെ ഒരു കൺഫ്യൂഷൻ വേണം. ഒരു PDF ഫയലാണ്, ഒരു 10-25 പേജിലൊരു PDF ഫയലാണ്. അതിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് +1 അഡ്മിഷൻ നടക്കുക, ഏത് കുട്ടികൾക്കാണ്, കുട്ടികളെ ഏത് രീതിയിലാണ്, എങ്ങനെയാണ് അവരുടെ റാങ്ക് കണക്കാക്കിയിട്ട് അവർക്ക് അഡ്മിഷൻ നൽകുക, എന്തിനൊക്കെയാണ് ബോണസ് പോയിൻ്റ് കൊടുക്കുക, ഏതൊക്കെ ദിവസങ്ങളിലാണ് അഡ്മിഷൻ നടക്കുക, അഡ്മിഷൻ സമയം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് തുടങ്ങി +1 അഡ്മിഷനെ കുറിച്ചുള്ള A to Z വിവരങ്ങളുള്ളത് പ്രോസ്പെക്ടസിലാണ്. ഈ പ്രോസ്പെക്ടസ് ഔദ്യോഗികമായി പുറത്തിറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. ഈ വർഷത്തെ +1 അഡ്മിഷൻ എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് വ്യക്തമായ സൂചന നൽകുന്ന, വ്യക്തമായ ഐഡിയ നൽകുന്ന പ്രോസ്പെക്ടസ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. hscap.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെയാണ് വിദ്യാഭ്യാസ വകുപ്പ് +1 അഡ്മിഷൻ്റെ പ്രോസ്പെക്ടസ് പുറത്തിറക്കിയിരിക്കുന്നത്. നിങ്ങൾ ആ സൈറ്റിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ PDF, ആ പ്രോസ്പെക്ടസിൻ്റെ ഒരു ഗൂഗിൾ ഡ്രൈവ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ പ്രോസ്പെക്ടസ് നിങ്ങൾ ഒന്ന് നോക്കുക. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് 2 കുട്ടികൾക്ക് ഒരേ മാർക്ക് വന്നു കഴിഞ്ഞാൽ അവരിൽ ഒരാളെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുക തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും, +1 അഡ്മിഷൻ എങ്ങനെ നടക്കുന്നു, അതിൻ്റെ നിയമങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ആ പ്രോസ്പെക്ടസിലുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ പ്രോസ്പെക്ടസ് വായിച്ചു നോക്കുക. വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലുണ്ട് മക്കളെ. ഇപ്പം തന്നെ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്തോളൂ. വീണ്ടും കാണാം.